കണ്ണൂർ എയർപോർട്ടിൻ്റെ അടുത്ത് എത്താനായി. എയർപോർട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കില്ല ഞാൻ ഛർദ്ദിക്കാൻ മുട്ടി പണ്ടാരടങ്ങിയ ഒരു വിധത്തിലായിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ കാറിൻ്റെ വിൻഡോ എല്ലാം ക്ലോസ് ചെയ്തിട്ട് AC ഇടുന്ന ഒരു പരിപാടിയില്ല, അതെനിക്ക് അത്ര പറ്റില്ല. യെസ്, ഐ ആം എൻ ഓട്ടോറിക്ഷ ലവർ. എന്തെല്ലോ കടിയെല്ലാം പറഞ്ഞ് ഞനക്കൊന്ന് മുഖം കഴിയപ്പാണ് ഞാൻ സെറ്റായത്. അങ്ങനെ ഞാൻ കോഫിയും സാൻഡ്വിച്ചും ആണ് പറഞ്ഞത്. ഈ 4 പീസും അനക്കല്ല. ഇനി ഞാൻ ഒരു നഗ്ന സത്യം പറയട്ടെ, ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്തുകൊണ്ട് ഫൗണ്ടേഷനും ക്രീമും ഒന്നും ഇടുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ കഴിയണം. പിന്നെ എന്തിന് ക്രീമിന്റെ പൈസ കളയണം? ഹായ്ഷ്, അങ്ങനെ എയർപോർട്ട് എത്തിയപ്പോൾ എനിക്ക് സങ്കടം വന്ന്. കാരണം ഈ മാസം നാട്ടിൽ വരും, ശ്രീനെ കിട്ടാൻ പോകാൻ ആഗ്രഹിച്ചു മോഹിച്ചു നിൽക്കലേന് ഞാൻ. അവന് ലീവ് കിട്ടിയില്ല ഗൈസ്, അതോർത്ത് ഞാൻ വിഷമിച്ചു. ഇന്നലെ പാർലറിൽ പോയിട്ട് മുടിയെല്ലാം സെറ്റാക്കിയതാണ്. അതിന്റെ സൊള്ളാണ് ദീപ്തി ചേച്ചിക്ക്. പിന്നെ ഇവൾ ഈ പാസ്പോർട്ട് വിൽക്കാൻ നടക്കുന്ന ഇതും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ടാറ്റ ബൈ ബൈ കാരണം അവർ പോവുകയാണ് ഗൈസ്. നമുക്ക് സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം. ഒരു മാസം കഴിഞ്ഞാലും ജോലി കിട്ടിയാലും കിട്ടിയിട്ടെങ്കിലും അവള് നാട്ടിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ സാവിന്റെ ബർത്ത്ഡേ ഒക്കെ അവൾ ഇല്ലാത്തത് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു മൂഡോ. അങ്ങനെ അവർ പോകുന്നത് വിദൂരതയിലേക്ക് നോക്കി നിന്ന്. ഇനിയിപ്പോൾ എന്തിനാണ് ഇങ്ങനെ കാഴ്ചയാണ് നിൽക്കുന്നത്, വീട്ടിൽ പോകാന്നല്ലാണ്ട്. കാറ് കയറിയപ്പോൾ എനിക്ക് ആദ്യം ഫിയർ ആയി ഗൈസ്. ഇനി ഞാൻ ഛർദ്ദിക്കാൻ മുട്ടണ്ടേന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ശരി, ബൈ.